നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ പിണറായി സർക്കാരിന് അടിക്കടി പ്രഹരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കത്തി നിൽക്കുന്നു, മറുവശത്ത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം മുന്നണി വിടുമോ എന്ന ആശങ്ക. ഇങ്ങനെ ആകെ പ്രതിരോധത്തിലായിരിക്കുമ്പോഴാണ് അടുത്ത അടി വന്നിരിക്കുന്നത്. അതായത് CPM-ന്റെ ജനപ്രിയയായ മുൻ MLA ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ അംഗത്വമെടുത്തു. UDF സഹകരണ ചർച്ചകൾക്കിടെ ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക് എത്തുകയായിരുന്നു. സമരവേദിയിൽ വെച്ച് ഐഷ പോറ്റിക്ക് കോൺഗ്രസ് അംഗത്വം നൽകി. ഇതിനു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനയും വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ധാരണയായത്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. കൊട്ടാരക്കരയിൽ CPM-ന്റെ MLA ആയി 3 തവണയാണ് ഐഷ പോറ്റി ജയിച്ചു കയറിയത്. കുട്ടിക്കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന ആയിഷ 1991-ലാണ് CPM-ൽ അംഗത്വമെടുക്കുന്നത്. 2006-ൽ കൊട്ടാരക്കരയിൽ നിറഞ്ഞു നിന്നിരുന്ന R ബാലകൃഷ്ണൻ പിള്ളയെ അട്ടിമറിച്ചുകൊണ്ട് 12,968 വോട്ടുകൾക്കാണ് ഐഷ പോറ്റി വിജയിച്ചു കയറിയത്. എന്നാൽ 2011-ലേക്ക് വരുമ്പോൾ 20,592 ഭൂരിപക്ഷം വർദ്ധിച്ചു. അതേസമയം 2016 ആയപ്പോഴേക്കും അത് 42,632 എന്ന വമ്പൻ നമ്പറിലേക്ക് അതെത്തി. എന്നിട്ടും ഐഷ പോറ്റിക്ക് ഒരു മന്ത്രിസ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ നമ്മുടെ ഇടത് സർക്കാർ നൽകിയില്ല. കൂടാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിക്ക് CPM സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത് കോൺഗ്രസിന് ഒരു സുവർണാവസരം തന്നെയാണ്. ഇത്രയും ജനപ്രിയയായ നേതാവ് കോൺഗ്രസിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇത് സന്തോഷ നിമിഷമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് KC വേണുഗോപാലും വ്യക്തമാക്കി. കൊട്ടാരക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പ്രാസംഗികയായി എത്തിയതു മുതൽ ഐഷ പോറ്റി CPM വിടുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അന്ന് ആ വാർത്തകൾ നിഷേധിച്ച ഐഷ പോറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്.